ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 വലിയ സവാള അരിഞ്ഞത്, 1 പച്ചമുളക് നെടുകെ കീറിയതും കൂടെയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ല രീതിയിലൊന്ന് വഴണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കാമേ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് വഴണ്ട് റെഡിയായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സവാളയാവണം, എന്നാലേ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ള പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. ഫ്ലെയിമിൽ ഓയിൽ വെച്ചതിന് ശേഷം ആദ്യമേ തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ടീസ്പൂണോളം ഉള്ള മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി ഈ തക്കാളി ഒന്ന് വഴണ്ട് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി ഉണ്ടോ നല്ല രീതിയിൽ വഴണ്ട് ഈ സവാളയായിട്ടെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ടൈമിലേക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളമുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മളുടെ മസാലയ്ക്ക്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച ഒരു 1/4 കപ്പ് വെള്ളമാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ആ ചൂടുവെള്ളത്തിൽ കിടന്ന് സവാളയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കായി വരും. ഒരുപാട് അങ്ങ് ഗ്രേവി ആക്കരുത്, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 മുട്ടയാണ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒന്ന് പുഴുങ്ങിയതിന് ശേഷം തോടൊക്കെ കളഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ള മുട്ടയാണ്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ മസാലയിലിട്ട് ഈ മുട്ടയൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റൈസിലേക്ക് ഇടുമ്പോൾ അതങ്ങ് വല്ലാത്ത വെള്ളമായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് മസാല റെഡിയാക്കി എടുക്കാൻ. ലാസ്റ്റിലേക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഉള്ള ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ നമ്മളുടെ എഗ് ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കണം. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ചെറിയൊരു സവാളയും അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും മുന്തിരി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വറുത്ത എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ്. ആ വറുത്ത എണ്ണ ഞാനിതിലേക്ക് ഈ ഒരു പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് സ്പൈസസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഒരു ബേ ലീവ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കോലം, അതേപോലെ തന്നെ പട്ട ഒരു 3-4 ഒന്ന് ഒടിച്ചെടുത്തത്, അതേപോലെ തന്നെ ഒരു 5 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഉള്ള പെരിഞ്ജീരകവും കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് ആ പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നാലേ ആ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് വഴറ്റി പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ ടൈമിലേക്ക് ഒരു ചെറിയ സവാള ഇതേപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ.
ഇനി ഞാനിതിലേക്ക് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള റൈസാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തിട്ട് നല്ല രീതിയിലൊന്ന് ആ ഒരു റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ റൈസ് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. ആ പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ട നല്ല രീതിയിൽ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കപ്പോളമുള്ള ചൂടുവെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ 2 കപ്പിന് 3 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പൊന്ന് മുന്നോട്ട് നിൽക്കണേ. ആ രീതിയിലൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് 7-8 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്കായി വരാൻ. അപ്പോൾ അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ഈ റൈസ് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു 7-8 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പം അതിലെ വെള്ളമൊക്കെ പറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ റൈസ് ഒന്നും ഒന്നും പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനും ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതേ പാനിൽ തന്നെയാണ് ദം ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് റൈസിങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ കുറച്ച് റൈസ് അടിയിലിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വറുത്ത് വെച്ചിരുന്ന ആ ഒരു സവാളയില്ലേ, അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ട് മുന്തിരി ഇതേപോലെ ഒന്ന് മേളിലിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതും ഒന്ന് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലിൽ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കി വെച്ചിട്ടുള്ളതായിരുന്നേ. അത് ഞാൻ ഇതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് വീണ്ടും കുറച്ച് ഗരം മസാല ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു എഗ് മസാലയില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് പകുതി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പകുതി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതിലേക്ക് റൈസ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേപോലെ തന്നെ കുറച്ച് സവാള വറുത്തത്, കാഷ്യൂനട്ടും കിസ്മിസും, കുറച്ച് മല്ലിയില പുതിനയില, അതിനുശേഷം ആ ഒരു കലക്കി വെച്ചിരുന്ന മിൽക്കിൻ്റെ മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതിലേക്ക് നമ്മളുടെ എഗ്ഗിൻ്റെ ബാക്കി മസാല ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈസ് ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന ആ ഒരു സവാള വറുത്തതും കിസ്മിസ് അണ്ടിപ്പരിപ്പ് എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ആ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തത് ഞാൻ ഒന്ന് സ്കിപ്പായി പോയേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയൊരു ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നമ്മളിത് അടച്ച് വെച്ച് നല്ല രീതിയിൽ നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു ബിരിയാണി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ് ഇതിൽ നിന്നും വരുന്നത്. നല്ല നെയ്യുടെ ആ ഒരു ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.